ആർക്കിടെക്റ്റായ ഒലീവിയ ഉടൻ തന്നെ മറ്റൊരു പദ്ധതി ഉണ്ടാക്കുന്നു. അവർ നിൽക്കുന്ന തറ പൊളിച്ച് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുക, അവിടെ നിന്ന് ബേസ്മെന്റിലേക്കും, ബേസ്മെന്റ് വഴി സബ്വേയിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട്, അതുവഴി അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഒലീവിയ പറയുന്നു. ഉടൻ തന്നെ ടിം അപ്പാർട്ട്മെന്റിന്റെ തറ പൊളിക്കാൻ ആരംഭിക്കുന്നു. കുറച്ചു സമയം കൊണ്ട് അയാൾ അത് പൂർത്തിയാക്കുന്നു. ടിം ഉടനെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. ടിം ഇറങ്ങിയത് ഓസ്വാൾട്ട് എന്ന പേരുള്ള ഒരു വൃദ്ധന്റെ അപ്പാർട്ട്മെന്റിലേക്കാണ്. തങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് കരുതി ഓസ്വാൾട്ട് ടിമ്മിന് നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നാൽ ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല, ബേസ്മെന്റിലേക്ക് പോകാൻ വേണ്ടിയാണ് വന്നതെന്ന് ടിം പറയുന്നു. പക്ഷെ തന്റെ അപ്പാർട്ട്മെന്റിലൂടെ പോകാൻ സാധിക്കില്ല എന്ന് ഓസ്വാൾട്ട് പറഞ്ഞു. ഉടൻ തന്നെ ഓസ്വാൾട്ടിന്റെ കൊച്ചുമകൾ ലിയ വന്ന് ഓസ്വാൾട്ടിനെ തടയുന്നു. അവർ നമ്മളുടെ അയൽവാസികളാണ്, ശത്രുക്കളല്ല എന്ന് ലിയ പറയുന്നു. എന്നാൽ 3 ദിവസത്തിനുള്ളിൽ നമ്മളുടെ അയൽവാസികൾ ഒരു തുള്ളി വെള്ളത്തിനായി നമ്മളെ കൊല്ലുമെന്ന് ഓസ്വാൾട്ട് പറയുന്നു. 3 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇവിടെ നിന്ന് പുറത്തു കടക്കും എന്ന് ലിയ ഓസ്വാൾട്ടിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ബേസ്മെന്റിലെ ടണലിലൂടെ പുറത്തേക്ക് പോകാൻ സാധിക്കുമെന്ന് ഒലീവിയയും പറയുന്നു. ഇതെല്ലാം കേട്ടതോടെ ഓസ്വാൾട്ട് ശാന്തനാകുന്നു. ഉടൻ തന്നെ മുകളിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഓസ്വാൾട്ടിന്റെ ഫ്ളാറ്റിലേക്ക് എത്തുന്നു. ടിമ്മും മാർവിനും ചേർന്ന് ഓസ്വാൾട്ടിന്റെ അപ്പാർട്ട്മെന്റിന്റെ തറ പൊളിക്കാൻ ആരംഭിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു സ്മോക്ക് ഡിറ്റക്ടർ ടിമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതിനുള്ളിൽ ഒരു ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്നതായി ടിമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഓസ്വാൾട്ടിനോട് ചോദിച്ചപ്പോൾ അത് തങ്ങളുടേതല്ല എന്നും ഫ്രെഡ്മാനാണ് ഫ്ളാറ്റുകളിൽ സ്മോക്ക് ഡിറ്റക്ടർ ഇൻസ്റ്റാൾ ചെയ്തതെന്നും പറയുന്നു. ഉടൻ തന്നെ ആ ഫ്ളാറ്റിലെ മറ്റ് സ്മോക്ക് ഡിറ്റക്ടർ പരിശോധിക്കുന്നു ടിം. അതിനുള്ളിൽ നിന്നും പ്രവർത്തിക്കുന്ന ക്യാമറ കണ്ടെത്തുന്നു അവർ. ഇതിന്റെ എല്ലാം പുറകിൽ ഫ്രെഡ്മാനാണെന്ന് അവർ ഉറപ്പിക്കുന്നു. അയാളോടിത് ചോദിക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നു.